Good morning. Good morning, ma'am. 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 Morning, എല്ലാവർക്കും good morning കേട്ടാ. ഓക്കെ, ഡിസ്ചാർജ് പ്രോസസ്സ് വായിച്ചൊക്കെ കഴിഞ്ഞോ? ഞാൻ എടുത്തവരെ വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? എടുത്തത് വരെ ചെയ്തു. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിസികളാണ് പറഞ്ഞത് അല്ലെ? ഡിസ്ചാർജ് പ്രൊസീജിയറിന്റെ പോളിസികളാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് ആണ്. അതായത് ഡിസ്ചാർജ് പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് സ്റ്റാർട്ടിങ് മുതൽ അതുപോലെ തന്നെ എൻഡിങ് വരെയുള്ള ആ ഒരു പ്രോസസ്സ് ഒരു ഫ്ലോ ചാർട്ടിലൂടെ നിങ്ങൾ കാണിക്കാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, PDF ഒന്ന് നോക്കിക്കോളൂ. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. ഡോക്ടർ ഡിസ്ചാർജ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത് പോലെ ആ ഒരു നടപടിക്രമത്തിലൂടെ ആയിരിക്കും എന്ത് കൊടുക്കുന്നത്, പേഷ്യന്റിന് ഡിസ്ചാർജ് കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ നിങ്ങള്, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഓക്കെ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റിന്റെ അടുത്ത് ഡോക്ടർ റൗണ്ട്സിന് വരുന്നു. ഡോക്ടർ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു അല്ലെ. അതിനുശേഷം ആരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ബെറ്റർ ആയതിനു ശേഷമാണ് ചെയ്യുന്നത്, രോഗിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്നത്. അപ്പൊ പരിശോധനയില് ഡോക്ടർ കണ്ടെത്തുകയാണ് ആർക്ക് കുഴപ്പമൊന്നുമില്ല, ആളെ എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പറഞ്ഞയക്കാവുന്നതാണ് എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, ഒരു ഓർഡർ എഴുതും. അതായത് ഡിസ്ചാർജ് സമ്മറി എന്ന് അതിനെ പറയാം. ഓക്കെ, ഒരു ഓർഡർ ഡോക്ടർ രേഖാമൂലം എഴുതും. ഓക്കെ, അതായത് ഒരു ഓർഡർ ഇടുകയാണ്, രോഗിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നുള്ളൊരു ഓർഡർ ഡോക്ടർ എടുക്കും. അതിനുശേഷം ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോ ഈ ചികിത്സ അതായത് ഈ ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റിന് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സർവീസ് ആവശ്യമാണെങ്കിൽ, ഇപ്പോ ഇയാൾക്ക് ഒരു പനി വന്നിട്ടായിരിക്കാം ചിലപ്പോൾ കിടക്കുന്നത്, അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തുണ്ട്, അയാൾക്ക് ഡയബറ്റിക്സ് അതുപോലെ തന്നെ ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ, കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുള്ള രോഗിയാണെങ്കിൽ, ഇപ്പൊ ക്രിയാറ്റിൻ അളവ് കുറഞ്ഞു പോകുന്ന രോഗികളൊക്കെ ആണെങ്കിൽ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് നെഫ്രോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ആ ഒരു പേഷ്യന്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എപ്പോഴും എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അപ്പോ അതർ ഡിപ്പാർട്ട്മെന്റ്, അതായത് നിലവിൽ ഏത് വാർഡിലാണോ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കിടക്കുന്നത് ആ പേഷ്യന്റിന് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ചാർജ് പോകുന്ന സമയത്ത്, അതായത് ഡിസ്ചാർജ് ആയ വ്യക്തി പോകുന്ന സമയത്ത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിച്ചിരിക്കണം. ഓക്കെ, ചിലപ്പോ അവിടെ നിന്ന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് രോഗിക്ക് ചിലപ്പോ കിട്ടാനായിട്ട് ഉണ്ടാകും. ദെൻ അടുത്തത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. പേഷ്യന്റിന്റെ മരുന്നുകള് പേഷ്യന്റിന് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇത് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ വാർഡിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നഴ്സുമാരെ കൊണ്ടുവന്ന് കുറെ മരുന്നുകൾ തരും അല്ലെ. ചിലപ്പോൾ അതിനകത്ത് ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടാകാം. ഇപ്പൊ രാവിലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, നഴ്സുമാർ നമുക്ക് ചില മരുന്നുകൾ തന്നിട്ടുണ്ടാകും. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കാനുള്ള ഒരു ക്രമത്തിലായിരിക്കും മരുന്നുകൾ അവര് നമുക്ക് തരുന്നത്. അപ്പോ അതിനുശേഷമാണ് ഡിസ്ചാർജ് ഡോക്ടർ എഴുതുന്നതെങ്കിൽ ആ മരുന്നുകൾ എന്ത് ചെയ്യും, ബാലൻസ് ആയിട്ട് അവിടെ ഉണ്ടാകും. അപ്പോ പോകാൻ നേരത്തെ എന്ത് ചെയ്യണം, ഈ മരുന്നുകള് പേഷ്യന്റിന് കൊടുത്തയക്കണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അത് ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അതാണ് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. ഈ മരുന്നുകൾ കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ ബില്ലുകള് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബില്ലുകളുടെ പ്രോസസ്സിങ്ങും മറ്റും നടക്കുന്നത് ഇതിന് ശേഷമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഓർഡർ തയ്യാറാക്കുന്നു. ദെൻ അതർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നു. ദെൻ ബാലൻസ് വന്ന മരുന്നുകളെ രോഗിക്ക് തിരിച്ചു കൊടുക്കുന്നു. ദെൻ എന്താണ്, ബില്ലുകളും മറ്റും
പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ബില്ലുകൾ മറ്റും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഓക്കെ, അതായത് എന്താണ് പേയ്മെന്റ് മെത്തേഡ്? അതായത് ഒന്നില്ലെങ്കിൽ ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം. ചില പേഷ്യൻസിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും, അവർ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് എന്ത് വേണ്ട, പൈസ കൊടുക്കണ്ട, ക്യാഷ് ആയിട്ട് അവിടെ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻഷുറൻസിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ അവര് എടുക്കും. ഓക്കെ, അപ്പോ എന്താണ് മോഡ് ഓഫ് പേയ്മെന്റ്, എന്താണ്, അല്ലെങ്കിൽ ക്യാഷ് ആണോ ഇൻഷുറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ബില്ലുകൾ പ്രിപ്പയർ ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. അപ്പോ ഇൻഷുറൻസ് ആണ് മോഡ് ഓഫ് പേയ്മെന്റ് എങ്കിൽ എന്ത് ചെയ്യും, ഏതാണോ ഇൻഷുറൻസ് കമ്പനി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യും. ഓക്കെ, ഇന്ന ഇൻഷുറൻസ് ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ മെത്തേഡ്, അതായത് ആ ഒരു പ്രോസസ്സിംഗ് അവിടെ നടക്കണ്ടേ. കാരണം ഇൻഷുറൻസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ സംസാരിക്കണം. അതുകൂടാതെ ആ ഇൻഷുറൻസ് എത്ര എമൗണ്ട് ആണ് അവർ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഈ ഒരു പേഷ്യന്റ് ഓരോ മാസവും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സകല വിവരങ്ങളും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെരിഫൈ ചെയ്ത് ഈ ഒരു ഇൻഷുറൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ആ എമൗണ്ട് കട്ടാക്കുന്നത്. ഓക്കെ, അപ്പോ പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ നമുക്ക് പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട്. ഓരോ മാസവും നിശ്ചിത പ്രീമിയം നമ്മൾ അടച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ജീവന് എന്താ പറയാ, വളരെയധികം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടങ്ങളിൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല എടുക്കാൻ. നമ്മുടെ കയ്യിൽ ഇപ്പൊ പ്രോപ്പർട്ടി ആണുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ് ബാങ്കിലുള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ എമൗണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. ഒരു വസ്തു വിറ്റിട്ട് നമ്മൾ ചികിത്സിക്കാൻ പോയാൽ എന്താണ്, നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും അല്ലെ. ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കാനായിട്ട് പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രീമിയം ഓരോ മാസവും നിശ്ചിത തുക വീതം അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കവറേജ് നമുക്ക് ലഭിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാനായിട്ട് പാടുള്ളതല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഡയബറ്റിക് ആയിരിക്കട്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, എന്ത് രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും ഇൻഷുറൻസിന്റെ അവര് പല ഏജൻസികള് അല്ലെങ്കിൽ പല ആളുകള് എന്താണ് കോണ്ടാക്ട് ചെയ്യുമല്ലോ നിങ്ങളോട്, ഇൻഷുറൻസ് ചേരാൻ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യും, ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചേരാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അവരൊരു ഫോം തരും നമുക്ക്. ആ ഫോമില് പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിനകത്ത് പ്രത്യേകം എടുത്ത് ചോദിക്കുന്ന ഒന്നാണത്, നിങ്ങൾക്ക് പ്രസന്റ്ലി എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യും, ഒരു പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഇല്ലാന്ന് എഴുതി വെക്കും. പക്ഷെ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാല് എന്താണ് സംഭവിക്കുക, ഇല്ലാന്നാണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ കൊളസ്ട്രോൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സമയത്ത്, അതായത് കൊളസ്ട്രോളിന് അദ്ദേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരുന്ന് കഴിക്കുന്നത്. ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു സമയത്താണ് ഒരു ഇൻഷുറൻസ് ഏജന്റ് അയാളുടെ അടുത്ത് വരികയാണ്. ഓക്കെ, അപ്പൊ ഇയാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്. എടുക്കുമ്പോൾ അദ്ദേഹം അവിടെ അയാളുടെ രോഗവിവരം മറച്ചു വയ്ക്കുന്നു. എനിക്ക് കൊളസ്ട്രോൾ ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്ത് പറയുന്നില്ല, രോഗമുണ്ടെന്ന് പറയുന്നില്ല. ഓക്കെ, ദെൻ ഇദ്ദേഹത്തിന് ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും, അഡ്മിറ്റ് ആവുമല്ലോ. അപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയോ മറ്റോ എന്തെങ്കിലും ഹാർട്ടിന് പറയുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, അവിടെ അഡ്മിറ്റ് ആവും. അപ്പൊ എന്ത് കണ്ടിട്ടാണ് ഇയാൾ അഡ്മിറ്റ് ആവുന്നേ? കാരണം എന്താ, ഇയാൾ നിശ്ചിതമായിട്ടുള്ളൊരു പ്രീമിയം ഓരോ മാസം എന്ത് ചെയ്യുന്നുണ്ട്, അടച്ചു പോരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യില്ല, ക്യാഷ് വേണ്ട, ഇൻഷുറൻസിൽ നിന്ന് എന്ത് ചെയ്യും, സർജറി ആയിട്ടുള്ള എമൗണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ എന്ത് ചെയ്യും, ഇൻഷുറൻസിൽ നിന്ന് കട്ട് ചെയ്തോളൂ എന്ന് ഇയാൾക്കൊരു വിചാരമുണ്ട്. പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം, അതായത് ഇൻഷുറൻസിൽ നിന്ന് തുക എടുക്കാൻ നേരത്ത് അവര് നോക്കുമ്പോൾ ഇയാൾക്ക് മുമ്പേ തന്നെ രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ഉണ്ടായിട്ടുണ്ട്, കൊളസ്ട്രോൾ ഉണ്ടായിട്ടുണ്ട്. ആ കൊളസ്ട്രോളിന്റെ പ്രശ്നം കാരണമാണ് ഇയാൾക്ക് ഇപ്പൊ ഹാർട്ട് ഡിസീസ് വന്നേക്കണതെന്ന് അവർ ഡയഗ്നോസ് ചെയ്യാൻ അവർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് എന്ത് കിട്ടില്ല, ഇദ്ദേഹത്തിന് എന്ത് കിട്ടില്ല,
ക്ലെയിം കിട്ടില്ല, ക്ലെയിം ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പലതരം ഇതുണ്ട്. അതുപോലെ തന്നെ ചില കേസുകളിലൊക്കെ നമുക്ക് ക്ലെയിം കിട്ടില്ല. അതായത് ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി നമ്മൾ നടത്തുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തണം, അതായത് നമ്മുടെ മുഖം ഒന്ന് നല്ല രീതിയിൽ, നമ്മുടെ ഫേസ് ഒന്ന് നല്ല രീതിയിൽ എന്താണ് ഭംഗിയാക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാണ്, നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ എന്ത് കിട്ടില്ല, നമുക്ക് ക്ലെയിം കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ് ഇല്ലേ, ഇപ്പൊ റേസിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയാൽ എന്ത് കിട്ടില്ല, നമുക്ക് ക്ലെയിം കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ റൂട്ട് കനാല്. ഓക്കെ, റൂട്ട് കനാല് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്, ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോവാണ്. ഓക്കെ, റൂട്ട് കനാല് ചെയ്തു, നമുക്ക് എന്ത് കിട്ടില്ല, ക്ലെയിം കിട്ടില്ല. അതേസമയം ആക്സിഡന്റ് പറ്റി നമ്മുടെ പല്ല് കേടായിട്ട് നമുക്ക് റൂട്ട് കനാല് ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് കിട്ടും, ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടും. ഓക്കെ, അപ്പൊ പലതരത്തിൽ എന്തുണ്ട്, ക്ലെയിമുകൾ ഉണ്ട്. അതിനകത്ത് ക്ലെയിം കിട്ടാത്ത കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഉള്ള ക്ലെയിമുകൾ ഉണ്ട്. ദെൻ എന്താ പറയാ, പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അങ്ങനെ പല പല ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ പെട്ടെന്ന് നമുക്കൊരു ആക്സിഡന്റ് വരികയാണെന്ന് വിചാരിക്കാം. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ഫേസ് ക്ലിയർ ആവുന്നുണ്ടോ? ബ്ലിങ്ക് ആവുന്നുണ്ടെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? ശരി, താങ്ക് യു. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസിയില് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുചെല്ലുമ്പോ അടിയന്തരമായിട്ട് പേഷ്യന്റിന് സർജറി ചെയ്യണം എന്ന് പറയാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ഇൻഷുറൻസിന്റെ രേഖകൾ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യണം. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇൻഷുറൻസുമായി, അതായത് ആ ഹോസ്പിറ്റലിൽ ഏത് ഇൻഷുറൻസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓഫീസ്, ആ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു ഓഫീസ് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ടാവും, ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം, നമ്മള് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. 24 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പാസ്സായി ആ സർജറിക്കുള്ള പൈസ എന്ത് ചെയ്യും, ആ ഇൻഷുറൻസിന് എടുക്കും. ഇനി 24 മണിക്കൂറിനുള്ളില് ഈ ഇൻഷുറൻസിന്റെ രേഖകള് ഹാജരാക്കാൻ പറ്റിയില്ലെന്ന് വരിക, പേഷ്യന്റ് ജീവൻ നമ്മൾ രക്ഷിക്കാനായിട്ട് നീട്ടിക്കൊണ്ടു പോവോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ജീവനും രക്ഷിക്കണം, ഇൻഷുറൻസിൽ നിന്ന് പൈസ കട്ടാവാൻ വേണം. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പൈസ അടയ്ക്കേണ്ടി വരണം. ഓക്കെ, 1 ലക്ഷം രൂപയാണ് സർജറിക്ക് ആവശ്യമായതെങ്കിൽ ആ 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് ഹോസ്പിറ്റലിൽ അടക്കണം. ശേഷം
35 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് തരും? നേരിട്ട് ആ 1 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസിന്റെ പ്രൊസീജിയേഴ്സ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇത്രയും കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻഷുറൻസുമായിട്ട്. അതിന് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് വെരിഫിക്കേഷൻ വിത്ത് ദ റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി, ദെൻ ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. അതുപോലെ തന്നെ പിന്നെ എന്താ ചെയ്യുന്നത്? അതായത് ഈ ഒരു ബില്ലിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നതിന് ശേഷം വാർഡില് പേഷ്യന്റിനോട് വന്ന് പറയുന്നു, ബില്ല് അടക്കാനായിട്ട് പറയുന്നു. വാർഡില് ഇപ്പൊ വാർഡ് സിസ്റ്റർക്ക് ആയിരിക്കാം ചിലപ്പോൾ എന്ത് കൊടുക്കുന്നത്? ഇൻഫോർമേഷൻ കൊടുക്കുന്നത് കേട്ടോ. വാർഡ് സിസ്റ്റർക്ക് ഇൻഫോർമേഷൻ കൊടുക്കും. ഏത് പേഷ്യന്റ് ആണോ ഡിസ്ചാർജ് ആയിട്ടുള്ളത് ആ പേഷ്യന്റിനോട് വന്ന് ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് അവർ ഇൻഫോം ചെയ്യും. ഓക്കെ, ദെൻ സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. പിന്നെ എന്താ ചെയ്യുന്നത്? ബില്ല് സെറ്റിൽ ചെയ്യും. നമ്മുടെ ബില്ല് നോക്കിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നു. ദെൻ ബില്ല് സെറ്റിൽ ചെയ്ത ശേഷം എന്താ ചെയ്യുന്നത്? കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. നമ്മൾക്ക് വീട്ടിൽ കൊണ്ടുപോകേണ്ട മരുന്നുകള് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തരുന്നു. ഓക്കെ, ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, അപ്പോ ഈ ഒരു മെഡിക്കേഷൻസ് തരുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ കയ്യിൽ എന്ത് തരുന്നുണ്ട്? ഡിസ്ചാർജ് സമ്മറി തരുന്നുണ്ട്. ഡോക്ടർ എഴുതുന്ന ഡിസ്ചാർജ് സമ്മറി നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. കൂടാതെ മരുന്നുകൾ കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറിയും തരുന്നു, ദെൻ മരുന്നുകള് കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് തരികയും ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ഓക്കെ, ഇനി രോഗിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണമല്ലോ. ചിലപ്പോൾ വാഹന സൗകര്യം ഇല്ലാത്ത രോഗിയായിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്ത രോഗിയായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വാഹനം, ഒരു വെഹിക്കിൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. ഡിസ്ചാർജ് ആയ രോഗിയെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ഫയലൊക്കെ നോക്കിയിട്ട് ഡോക്യുമെന്റേഷൻ നടത്തുന്നു. അതായത് പ്രത്യേകം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ഫയലുകളും മറ്റും സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം HIS നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് HISന്റെ ഫുൾ ഫോം കേട്ടോ. ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയുടെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. കാരണം എന്താ? രോഗി ഡിസ്ചാർജ് ആയി പോയി. ഇനി അതിനകത്ത് എന്ത് വേണ്ട? ആ രോഗിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി അതിനകത്ത് വേണ്ട. പകരം ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യണം? ഒരു ഫയലിൽ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ഒരാളുടെ റെക്കോർഡ് എന്ന് പറയുന്നത് 3 വർഷം വരെ സൂക്ഷിച്ചു വെക്കണം എന്ന് ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഏത് ചാപ്റ്ററിലായിരുന്നു അത്? ഓർമ്മയില്ല? ആ, ഓക്കെ. അപ്പൊ ഫയൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അടുത്തത് നോക്കാം. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണെന്ത്? HIS എന്ന് പറയുന്നത്. Then what is a discharge summary? എന്താണ് ഡിസ്ചാർജ് സമ്മറി? കുറെ നേരം ആയല്ലേ നമ്മൾ ഡിസ്ചാർജ് സമ്മറി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം. A discharge summary is a clinical report prepared by a health professional at the conclusion of a hospital stay. It is often the primary mode of communication between the hospital care team and aftercare providers. അതായത് ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി എന്താന്ന് വെച്ചാൽ അതിന് ആൻസർ ആയിട്ട് വരുന്നത് ദാറ്റ് ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽ. അത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, പ്രത്യേകിച്ചും ഡോക്ടറാണ്. ഇവിടെ അത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഡോക്ടറാണ്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ, ഹോസ്പിറ്റൽ ദിവസത്തിന്റെ അവസാനത്തെ, അതായത് ഹോസ്പിറ്റൽ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം, അതായത് അഡ്മിറ്റ് ആയി കിടക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം പോകുന്നതിന്റെ ആ ഒരു ലാസ്റ്റ് ഡേ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്?
ഈ ഒരു ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആര് തമ്മിലുള്ള? ഹോസ്പിറ്റൽ കെയർ ടീമും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഹോസ്പിറ്റൽ കെയർ ടീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകള്, ഡോക്ടർ ഉൾപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ കെയർ ടീം എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രോഗിയുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. രോഗിക്ക് ഡിസ്ചാർജിന് ശേഷം വീട്ടിൽ ആരാണോ രോഗിയെ ഗൈഡ് ചെയ്യുന്നത്, ആരാണോ അദ്ദേഹത്തെ നോക്കുന്നത്, അവരെ പറയുന്ന പേരാണിത് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. അത് ചിലപ്പോ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചില പേഷ്യൻസിന്റെ കേസിൽ ഹോം നേഴ്സ് ഉണ്ടാവും അവരെ നോക്കാനായിട്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തുകൊണ്ടാ? കാരണം ആ ഡിസ്ചാർജ് സമ്മറിയിലെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. രോഗി വീട്ടിൽ പാലിക്കേണ്ട അതായത് ഫുഡ് പ്ലാന്, അതുപോലെ തന്നെ കഴിക്കേണ്ട മെഡിക്കേഷൻസ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ എവിടെ എഴുതിയിട്ടുണ്ട്? ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ രോഗി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഡിസ്ചാർജ് സമ്മറി? ഓക്കെ, അടുത്തത് ദ ഡിസ്ചാർജ് സമ്മറി ഷാൾ ഇൻക്ലൂഡ്. ഇനി എന്തൊക്കെയാണ് ഈ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാവാന്ന് നമുക്ക് നോക്കാം. The reason for admission, significant findings, diagnosis and patient's condition at discharge. എന്തൊക്കെയാണ്? അതായത് അഡ്മിറ്റ് ആവാനുള്ള കാരണം എന്താണ്? അത് രോഗവിവരമാവാം ചിലപ്പോൾ എന്ത് എഴുതിയിരിക്കുന്നത്? ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് രോഗിയെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, അതിന്റെ ഒരു റീസൺ. ദെൻ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, അതായത് രോഗി അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് ഉള്ള സിംറ്റംസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, ചിലപ്പോൾ ഫീവർ ആണെങ്കിൽ ഫീവറിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങള്, ഇപ്പോ എന്തെങ്കിലും കഫക്കെട്ട് പോലുള്ള അസുഖങ്ങളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങള്, അങ്ങനെ എന്ത് രോഗമായിക്കോട്ടെ ഓരോന്നിനും ഓരോ സിംറ്റംസ് ആണല്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്. ദെൻ ഡയഗ്നോസിസ്, രോഗനിർണയം. ഓക്കെ, അതായത് ഇപ്പോ പേഷ്യന്റിന് ചിലപ്പോ എന്താണ് എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു പനിയോ ചുമയോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള്. ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്. ഓക്കെ, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ. ഓക്കെ, ചില പേഷ്യന്റ് സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ചില പേഷ്യൻസ് എന്താ പറയാ മീഡിയം ആയിരിക്കും ഉണ്ടാവുക, അതായത് അത്രയും എന്താ പറയാ സ്റ്റേബിൾ ആയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും കിടക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ, ആ കണ്ടീഷൻ എന്ത് ചെയ്തിരിക്കണം? അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. രണ്ടാമത്തത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട്. അപ്പൊ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ലബോറട്ടറി റിസൾട്ട് അല്ലെ. ഇപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാനോ അല്ലെങ്കിൽ എക്സ്റേയോ എന്തുമായിക്കോട്ടെ അതിനുള്ള, അതായത് ആ ടെസ്റ്റിന്റെ റിസൾട്ടുകളാണ് എന്ത് വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ആയിട്ട് വരുന്നത്. ആ വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡോക്ടർ ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാകും. ദെൻ മൂന്നാമത്തേത് ദ മെഡിക്കേഷൻസ് ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ ഡൺ ഇഫ് എനി. ഓക്കെ, അതായത് മരുന്നുകളെ കുറിച്ചുള്ള നടപടിക്രമങ്ങൾ, എന്തൊക്കെ മരുന്നുകളാണ് അദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെ മരുന്നുകളാണ് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ മരുന്നുകളുടെ ഒരു കാര്യങ്ങൾ, അതിന്റെ വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാവും. ദെൻ ഫോളോ അഡ്വൈസ്. ഇനി വീട്ടിൽ ചെന്നാല് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞു ഫുഡ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത്, പിന്നെ എക്സസൈസ് ചെയ്യണമെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഫോളോ അപ്പ് അഡ്വൈസിൽ വരുന്നതാണ്. ചില പേഷ്യൻസിന് ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ടാകും. ഫിസിയോതെറാപ്പി എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഡോക്ടർ പ്രത്യേകം എഴുതും. എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം എഴുതുന്നതായിരിക്കും. Then medications and other instructions and how to obtain urgent care in an understandable
മാനർ. ഓക്കെ, അതായത് മെഡിക്കേഷൻസും ഇൻസ്ട്രക്ഷൻസും, അതായത് മരുന്നുകളായാലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയാലും നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു മാനറിൽ, അത് എത്രയും നല്ല രീതിയിൽ, അതായത് അദ്ദേഹത്തിന് പരിചരണം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും മരുന്നുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഡോക്ടർ പ്രത്യേകം അതിനകത്ത് കുറിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത് കേട്ടോ. അധികം എന്താ പറയാ, ജസ്റ്റ് ഒന്ന് വായിച്ചു ഉള്ളതുള്ളൂ. കൂടുതലായിട്ടും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ആരാണ് ഈ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു പാരഗ്രാഫാണ്, അതിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഡിസ്ചാർജ് സമ്മറി? ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ ഡിസ്ചാർജ് കൊടുക്കുന്നത്? എപ്പോഴാണ്? എപ്പോഴാണ് കൊടുക്കുന്നത്? ലാസ്റ്റ് ഡേ ആണ് കൊടുക്കുന്നത് അല്ലെ. പിന്നെ എന്തായിട്ടാണ് ഇതിന് പറയുന്നത്? പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല് പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ആര് തമ്മിലുള്ള പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? ഹോസ്പിറ്റൽ കെയർ ടീമും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഈ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പദസൂര്യൻ വരച്ചിട്ടുണ്ടാവില്ലേ? പദസൂര്യൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലേ. അങ്ങനെ ഒരു പദസൂര്യൻ ഒന്ന് വരയ്ക്കാം കേട്ടോ. ഒരു പദസൂര്യൻ വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഓരോ ആരോ മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓരോ ആരോ മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിനകത്തൊന്ന് എഴുതുക കേട്ടോ. പദസൂര്യന്റെ നടുക്ക്, അതായത് പദസൂര്യനിൽ നിങ്ങൾ എഴുതേണ്ടത് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് എന്നാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, എഴുതിയോ? ആദ്യത്തെ ഡിസ്ചാർജ് ചെയ്ത് തരാം നമ്മൾ പഠിച്ചത്. നിങ്ങളൊന്ന് പറഞ്ഞേ, അത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു ഒന്ന് കമന്റ് ചെയ്തേ. ഫസ്റ്റ് ഡിസ്ചാർജ് ചെയ്താ ടൈപ്സ് ഓഫ് ഡിസ്ചാർജിൽ വരുന്നേ? കമന്റ് ചെയ്യ് വേഗം. റൂട്ടീൻ ഡിസ്ചാർജ്. റൂട്ടീൻ ഡിസ്ചാർജ് ആദ്യത്തെ ആരോ മാർക്കിൽ എന്ത് കൊടുക്കാം? റൂട്ടീൻ ഡിസ്ചാർജ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ, എല്ലാരും കൊടുക്കുന്നുണ്ടോ? എല്ലാരും എഴുതുന്നുണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ആരോ എന്താ നമ്മൾ പഠിച്ചത്? AMA ആണ് അല്ലെ. AMA നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 പോയിന്റാ ഉള്ളത് AMAയില്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? AMA തന്നെ ലാമ ഡാമ കേട്ടോ. ലാമ ഡാമ. AMAയുടെ താഴെയായിട്ട് തന്നെ എന്ത് കൊടുക്ക? ലാമ കൊടുക്ക, ദെൻ ഡാമ കൊടുക്ക. ഓക്കെ, ലാമ ഡാമ. ഇനി അടുത്തത് ഏതായിരുന്നു? ഡെത്ത് ഡിസ്ചാർജ് അല്ലേ? ഡെത്ത് ഡിസ്ചാർജ് ആണോ? കമന്റ് ചെയ്യ് വേഗം. ഡെത്ത് ഡിസ്ചാർജ് ആണോ? യെസ്, ഡെത്ത് കൊടുക്കാം. ആ ഡെത്തിന്റെ താഴെയായിട്ട് എന്ത് ചെയ്യും? ഒരു എക്സ്പ്ലനേഷൻ എഴുതാം കേട്ടോ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ പേഷ്യന്റ്
After the death of the patient, the dead body is handed over. The dead body is handed over to the relatives, to the relatives, to the relatives after completing the discharge procedure. After completing the discharge procedure. Okay, ഒന്നുകൂടി പറയാട്ടോ, ഡെത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. After the death of the patient, the dead body is handed over to the relatives after completing the discharge procedure. എഴുതിയോ? Okay. Then next type ഏതായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്സ്കൗണ്ട്. ട്രാൻസ്ഫർ വരുന്നുണ്ട്, ട്രാൻസ്ഫർ എഴുതാം. അബ്സ്കൗണ്ട്, ഒളിച്ചോട്ടം. അതെന്താണ്? ഡിസ്ചാർജ് കേട്ടോ. അബ്സ്കൗണ്ട് എന്ന് എഴുതാം. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. ABSCOND. അബ്സ്കൗണ്ട് കേട്ടോ. ABSCOND. അബ്സ്കൗണ്ട്. ഓക്കെ. ഇതിന്റെ താഴെയിട്ട് എന്ത് എഴുതാം? അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതാം. പേഷ്യന്റ് ലീവ്സ് വിത്തൗട്ട് പ്രയർ ഇൻഫോർമേഷൻ. Patient leaves without prior information. Patient leaves without prior information. And next one കേട്ടോ, ലാസ്റ്റ്. നിങ്ങൾ ഏതായിരുന്നു കമന്റ് ചെയ്തത് അബ്സ്കൗണ്ടിന് മുമ്പായിട്ട്? ഒരു ടൈപ്പ് കൂടി ഉണ്ടല്ലോ ഡിസ്ചാർജ്. ഏതായിരുന്നു? ട്രാൻസ്ഫർ. കേട്ടോ. ട്രാൻസ്ഫർ. ഓക്കെ. അപ്പൊ ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ആണ് നമ്മളിപ്പോ പദസൂര്യനായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം വരുന്നത് റൂട്ടീൻ ആണ് അല്ലെ, അല്ലെങ്കിൽ പ്ലാന്റ് ഡിസ്ചാർജ്. രണ്ടാമത് AMA, ലാമ ഡാമ. മൂന്നാമത്തേത് ഡെത്ത്. നാലാമത്തത് അബ്സ്കോണ്ട്. അഞ്ചാമത്തത് ട്രാൻസ്ഫർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? പഠിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. സാമയൊക്കെ എമ്മയില് വരുന്നതാണ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം മാത്രമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ലാമ ഡാമ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Abscond is also known as option A, admission. Option B, removal. Option C, discharge. Option D, none of the above. ഏതാണ് ആൻസർ വരിക? Abscond is also known as. ഏതാണ് ആൻസർ വരിക?
സി ആണല്ലേ, ഡിസ്ചാർജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു അബ്സ്കോണ്ട് എന്ന് പറയുന്നത് ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. Who refer OP consultations to the patients who come to the casualty. Option A, CMO. Who refer OP consultations to the patient who comes to the casualty. Option A, CMO. Option B, RN, registered nurse. Option C, physician. Option D, all of the above. ഏതാണ് ആൻസർ വരിക? ആരാണ് കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന് OP കൺസൾട്ടേഷനുള്ള റെഫറൻസ് കൊടുക്കുന്നേ? ആരാണ്? Who refer OP consultations to the patients who comes to the casualty? ആരാ കൊടുക്കുന്നേ? ഫിസിഷ്യൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതായത് കാഷ്വാലിറ്റിയില് ചാർജ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് CMO ആണ് കേട്ടോ. ഓക്കെ, അതായത് ക്രിസ്റ്റലിലും ഓപ്ഷനിലും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ആ ഒരു ഓപ്ഷനിൽ നേരിയ ഒരു പെശക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കാഷ്വാലിറ്റിയിൽ, അതായത് CMO എന്ന് പറയുന്നതിന് പകരം കാഷ്വാലിറ്റിയിൽ ചാർജ് ഉള്ള ഡോക്ടർ ആരാണോ അദ്ദേഹമാണ് എന്ത് കൊടുക്കുന്നത്? റെഫറൻസ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനും ആൻസറും അതേ തന്നെ നോക്കിയാല് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് CMO ആണ്. പക്ഷെ ആ ഒരു ഓപ്ഷനിൽ പെശക് ഉണ്ട്. ആ ഒരു എന്താ പറയാ ആൻസർ കംപ്ലീറ്റ് അല്ല കേട്ടോ. അപ്പൊ കാഷ്വാലിറ്റിയിൽ ആരാണോ ചാർജിങ് ആയിട്ടുള്ളത് അദ്ദേഹമാണ് എന്ത് കൊടുക്കുന്നത്? റെഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Okay. Then next one. അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. Who is prepared by clinical report? A patient, B receptionist, C health professional, D none of the above. A patient, B receptionist, C health professional, D none of the above. ഓക്കെ, എന്താണ് ആൻസർ വരിക? C ഹെൽത്ത് പ്രൊഫഷണൽ അല്ലേ? C ഹെൽത്ത് പ്രൊഫഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
Discharge summary is also known as A, secondary mode of communication. B, primary mode of communication. C, tertiary mode of communication. D, none of the above. ഏതാ വരിക? ബി ആണ് അല്ലെ, പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഓക്കെ, എന്റെ താഴേക്ക് എഴുതി തുടങ്ങാം കേട്ടോ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, ഡാഷ്. ഞാൻ പറയുന്നതിന്റെ കൂടെ ഓരോ കോമ ഇട്ട് പോവാ കേട്ടോ. ആദ്യം റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, ഒരു കോമ ഇടാ, then ഡാഷ് ഇടാ, then ഒരു കോമയും കൂടി ഇടാ. ഓക്കെ, കോമ ഇട്ടതിന് ശേഷം എഴുതാം റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻ, കോമ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, ഓക്കെ, ഒന്നുകൂടി പറയാട്ടെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, കോമ, ഒന്നുകൂടി പറയാം. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, കോമ, ഡാഷ്, കോമ, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്, കോമ, പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. ഏതാണ് വരിക? ഓപ്ഷൻ തരാതെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ ഇല്ലാതെ ഏതാണ് ആ ക്രമം? ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ലിൻഷ മൻസൂർ എന്ന് പറയുന്ന ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. ഷിയാസ് KMD കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡാഷ് വരുന്നിടത്ത്, ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഏതായിരിക്കും വരിക? ആ ഫ്ലോ ചാർട്ട് നമ്മൾ കണ്ടതല്ലേ? ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ആണ് വരിക. ഓക്കെ, ഫ്ലോ ചാർട്ട് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് പഠിച്ചു വെച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ്. മാം, ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ? എന്തൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാ മതിയോ? മതി. അതായത് ഇപ്പൊ ഒരാളെ പനിയായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കാം. ഒരു വാർഡില് ഒരു പേഷ്യന്റിനെ പനിയായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്ക് ഡയബറ്റിക്സ് ഉണ്ട്, അതായത് ഷുഗർ ഉണ്ട് ആൾക്ക്. പിന്നെ എന്താ പറയാ, ക്രിയാറ്റിൻ ലെവലൊക്കെ എന്താണ് കുറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന്
നെഫ്രോ ഡിപ്പാർട്ട്മെന്റ്, അതായത് കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് നെഫ്രോ. ക്രിയാറ്റിനിൻ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നെഫ്രോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഈ പേഷ്യന്റിന് ആവശ്യമുണ്ട്. എന്ന് വെച്ചാല് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ ചിലപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കൺസൾട്ടേഷൻ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പൊ അവിടുത്തെ മരുന്നുകൾ എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന് ഈ പനിയുടെ മരുന്നിന്റെ കൂടെ തന്നെ എന്താണ് ഈ ക്രിയാറ്റിൻ ലെവൽ കൂടാനുള്ള മരുന്നുകളും എന്ത് ചെയ്യാം ഈ പേഷ്യന്റ് കഴിച്ചിരിക്കാം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ സേവനം എന്ത് ചെയ്യാം ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ അദ്ദേഹം പോകുമ്പോൾ എന്ത് ചെയ്യണം, മറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യണം. ഏത് ഡിപ്പാർട്ട്മെന്റ് സേവനമാണോ അദ്ദേഹത്തിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാനായിട്ട് പാടുള്ളൂ. അതാണ് ഇപ്പൊ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി അതല്ല, ഇപ്പൊ പനി തന്നെയുണ്ട്, പനിയായിട്ടൊരു പേഷ്യന്റ് വന്നു, കൂടാതെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ശ്വാസകോശ എന്താ പറയുന്ന രോഗവിഭാഗം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലുകളിൽ. അവരുടെ ചികിത്സ എന്താണ് അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോ എന്താ പറയാ, അവിടെയുള്ള മരുന്നുകളും മറ്റും കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരും. അപ്പൊ പോകുമ്പോ എന്ത് ചെയ്യണം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ട് വേണം പോകാൻ. ഒരാളൊന്ന് പറഞ്ഞു തന്നു, ഓർഡർ ഒന്ന് പറഞ്ഞു ഫ്ലോ ചാർട്ടിന്റെ. ആരാ പറയാ? ആ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ ഒരു റിട്ടേൺ ഓർഡർ തയ്യാറാക്കണം. പിന്നെ ഇൻഫോർമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്, ഈ പേഷ്യന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തെങ്കിലുമൊക്കെ കോർഡിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടണം, അവരെ ഇൻഫോർം ചെയ്യണം. ആൻഡ് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ, അതായത് പേഷ്യന്റിന്റെ മെഡിസിൻസ് ഒക്കെ തിരിച്ചു നൽകുന്ന പ്രോസസ്സ്. പിന്നെ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിങ് ഓഫ് ബില്ലുകൾ പ്രിപ്പയർ ചെയ്യുക, എമൗണ്ട് അടക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടക്കുക. ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഇനി ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഇൻഷുറൻസ് ആണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നൽകുകയാണോ എന്ന് ചെക്ക് ചെയ്യാം. വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്ട് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി, അതായത് ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ ഈ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സംസാരിച്ച് എമൗണ്ട് അതിൽ നിന്നും കട്ട് ചെയ്യുന്നു. പിന്നെ ഇൻഫോം വാർഡ്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്, അതായത് വാർഡിൽ എന്താ സിസ്റ്റർക്ക് ഇൻഫർമേഷൻ നൽകുന്നു. ഈ പേഷ്യന്റ് ഏത് വാർഡിലാണോ കിടക്കുന്നത് ആ വാർഡ് സിസ്റ്റർക്ക് ഇത് ഇൻഫർമേഷൻ നൽകുന്നു. സെറ്റിൽമെന്റ് ഓഫ് ബില്ല്, അതായത് ബില്ല് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നു. കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ, അതായത് എന്താ ഈ പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാനുള്ള മരുന്നൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും നൽകുന്നു. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് ഇപ്പൊ ഇങ്ങനെ അതായത് മെഡിസിൻ മാത്രമല്ല, ഈ ഡിസ്ചാർജ് സമ്മറി കൂടെയും മരുന്ന്, അതുപോലെ മരുന്ന് എങ്ങനെ കഴിക്കണം, കഴിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു നൽകുന്നു. അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്, അതായത് ഇനിയിപ്പോ പേഷ്യന്റിന് പോകാനുള്ള വാഹനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഓഫ് HIS, അതായത് എന്താ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന്റെ ഫയലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ, ആ ഫയലിൽ നിന്ന് HIS നിന്നും, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും ഈ പേഷ്യന്റിനെ ഒഴിവാക്കുന്നു. വെരി ഗുഡ് കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, അടുത്തത് ഡിസ്ചാർജ് സമ്മറി. ഒരാളെന്ന് പറയട്ടോ, ഡിസ്ചാർജ് സമ്മറി എന്താണ്? ഡിസ്ചാർജ് സമ്മറി അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞേ. ഡിസ്ചാർജ് സമ്മറി. അഞ്ജലി സി, അഞ്ജലി ഇല്ലേ എവിടെ? അഞ്ജലി, മാളു, പറയാം മാം. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞു. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ഇത് ഒരു ഡോക്ടറാണ് തയ്യാറാക്കുന്നത്. ഇത് എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്ന ആ ദിവസമായിരിക്കും ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്.
ആര് തമ്മിലുള്ള പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? ഒരു ഹോസ്പിറ്റലും പിന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ആ പേഷ്യന്റിനെ നോക്കുന്ന ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഹോം നേഴ്സോ, അവർ തമ്മിലുള്ള ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? നിങ്ങൾക്ക് മനസ്സിലായോ? എളുപ്പമാണോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു അത്യാവശ്യം കുഴപ്പമില്ല അല്ലെ? പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അധികം കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഡീപ്പിൽ പോകേണ്ട കാര്യങ്ങൾ. ഡീപ്ലി ആയിട്ട് പഠിക്കാനുള്ള ഇതൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യം, പോയിന്റ്സ്. ഓക്കെ. ഡിസ്ചാർജുകൾ എത്ര ടൈപ്പ് ഉണ്ട്? എങ്ങനെയാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്? AMA ഫോമിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? അതുപോലെ തന്നെ പോളിസികൾ എന്തൊക്കെയാണ് ഡിസ്ചാർജിന്റെ, ദെൻ ഫ്ലോ ചാർട്ട്, ഫൈനലി ഡിസ്ചാർജ് സമ്മറി. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും, അതായത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ? പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.